അച്ഛൻ അമ്മ ഫോണിൽ സംസാരിച്ചത് ശരിയെന്നെ. പക്ഷെ അത് അമ്മ വാർഡ് മെമ്പറുടെ അടുത്ത് ഇങ്ങനെ അമ്മയുടെ കണക്കുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ കയറി വന്നത്. അപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത്, നീ ഏത് കാമുകനെ വിളിക്കുന്നെന്ന് പറഞ്ഞാണ് അച്ഛൻ പ്രശ്നം ഉണ്ടാക്കി അമ്മ ഇങ്ങനെ വെട്ടിയെന്നാണ് അവൻ പറയണത്. ഒറ്റമുറി വീട്ടിൽ 2 മക്കളുമൊത്ത് കിടന്നുറങ്ങിയതാണ് ബിൻസി എന്ന് പറയുന്ന 31 വയസ്സുകാരി. പക്ഷേ ലഹരി മരുന്നിൽ ബോധം കെട്ട് വന്ന ഭർത്താവ് അവളെ സംശയത്തിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തി. അമ്മയെ കൊലപ്പെടുത്തുന്നത് മക്കൾ കണ്ടു നിന്നു. 2 ആൺകുട്ടികളുള്ള ബിൻസി അവരെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു നിലയിലെത്തിച്ച ശേഷം രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതിനുവേണ്ടി ഹരിതകർമ്മ സേനയിലടക്കം പ്രവർത്തിച്ചു വരികയാണോ ബിൻസി. പക്ഷേ സുഹൃത്തുക്കളുടെ ഉപദേശം, ആണൊരുത്തൻ നീയായിട്ടുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അവളെ ജോലിക്ക് വിടുന്നത്, അവൾ നീ പറയുന്നത് അനുസരിക്കില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. ഒരുപക്ഷെ അയാളെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചത് സുഹൃത്തുക്കളുടെ ആ ഒരു ചോദ്യം തന്നെയായിരിക്കണം. എന്തായാലും ബിൻസി ജോലിക്ക് പോയതും 7 മാസം, ആദ്യത്തെ കുഞ്ഞിന് 7 മാസം ഗർഭിണിയായപ്പോഴും തുടങ്ങിയതാണ് ഈ പറയുന്ന സുനിൽ എന്ന് പറയുന്ന പ്രതിയുടെ ഓരോ പ്രശ്നങ്ങൾ. അയാൾ പിന്നീട് വലിയ രീതിയിൽ ആ പെൺകുട്ടിയോട് ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ശാരീരികവും മാനസികവുമായിട്ട് നിരന്തരം ബിൻസിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. പലപ്പോഴും കൊല്ലാൻ വരെ ശ്രമിച്ചു. അയാളോടൊപ്പം ജീവിക്കാൻ അവൾക്ക് പേടിയുണ്ടായിരുന്നെങ്കിൽ പോലും സുനിലിനോടുള്ള സ്നേഹം തന്നെയാണ് ബിൻസിയെ ആ വീട്ടിൽ തുടരാൻ നിർബന്ധിതയാക്കിയത്. പലതവണ ബിൻസി തന്റെ ഭർത്താവിന്റെ ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ സ്ഥിരമായി വരുന്ന ഒരു കള്ള് കേസ് അല്ലെങ്കിൽ മദ്യപിച്ച് വഴക്കിടുന്നു എന്നുള്ളൊരു കേസിന് അപ്പുറത്തേക്ക് ബിൻസിയുടെ ജീവനും കുഞ്ഞിന്റെ മക്കളുടെയൊക്കെ ജീവനും അവിടെ സുരക്ഷിതമല്ല എന്നുള്ള ഒരു കാര്യം പോലീസ് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. ഒരുപക്ഷെ ബിൻസി അത്തരമൊരു പരാതി നൽകിയപ്പോൾ കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടാകുമായിരുന്നു. പോലീസ് നിസാരമായി തള്ളിക്കളഞ്ഞ ഒരു കേസിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയായി മാറിയിരിക്കുകയാണ് ബിൻസി എന്ന് പറയുന്ന 31 വയസ്സുകാരി. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കല്ലിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഹരിതകർമ്മ സേന തൊഴിലാളിയായിരുന്ന ബിൻസി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുന്നത് ആ സംശയത്തിന്റെ പേരിലായിരുന്നു. തനിക്ക് അവളെ സംശയമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം ചെയ്തത് എന്ന് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് പ്രതി. ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതിന് ശേഷം അയാളിൽ ഉണ്ടായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത്. കാരണം അയാൾ ആ കൊലപാതകം നടത്തുന്നത് മദ്യലഹരിയിലായിരുന്നു. പക്ഷേ നേരം വെളുത്ത അയാളുടെ ലഹരി വിട്ടുവെങ്കിലും അയാൾ ആ കൊലപാതകം ചെയ്തതിന്റെ യാതൊരു കുറ്റബോധമോ അയാൾക്കുണ്ടായിരുന്നില്ല. സ്വന്തം ഭാര്യയെ സംശയത്തിന്റെ പേരിൽ മക്കളുടെ മുന്നിൽ വെച്ച വെട്ടിക്കൊലപ്പെടുത്തുന്നു. അത് മക്കൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന അയാൾക്ക് കിട്ടിയപ്പോൾ മക്കളെയും കൊല്ലുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്നു. വളരെ നാടകീയമായ രംഗങ്ങളാണ് അന്ന് രാവിലെ ആ വീട്ടിലുണ്ടായത്. രാവിലെ അയൽവാസിയായിട്ടുള്ള ഒരു കുട്ടി ആ വീട്ടിലേക്ക് ഒരൽപ്പം പഞ്ചസാര കടം ചോദിച്ച് വന്നതോടെയാണ് ഇത്തരമൊരു കൊലപാതകം ആ വീടിനുള്ളിൽ നടന്നു എന്നത് പുറത്തറിഞ്ഞത്. പഞ്ചസാര ചോദിച്ചു വന്നിട്ടുള്ള കുട്ടി ബിൻസിയുടെ മകന്റെ ഒരു സുഹൃത്താണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പഞ്ചസാര ചോദിച്ച് ആ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ വെറുതെ ഒന്ന് അകത്തേക്ക് എത്തി നോക്കിയപ്പോൾ കണ്ടത് എന്തോ ഒരു സാധനം മൂടിയിട്ട നിലയിൽ കാണുന്നു. ആ മൂടിയിട്ടത് എന്താണ് എന്ന് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി പ്രത്യേകിച്ചൊന്നുമില്ല, ബിൻസി ഒന്ന് കാല് തെറ്റി വീണു, കാലിൽ നിന്ന് കുറച്ച് ചോര പൊടിഞ്ഞു, അതുകൊണ്ട് അവൾ റെസ്റ്റ് എടുക്കുകയാണ് എന്ന്. അതിനുശേഷം ബിൻസിയുടെയും ഇയാളുടെയും സുനിൽകുമാറിന്റെയും 2 മക്കളായിട്ടുള്ള 2 പേരെയും കുളിച്ച് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ്. സാധാരണഗതിയിൽ ബിൻസിയാണ് മക്കളെ 2 പേരെയും ഭക്ഷണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നത്. അന്ന് പതിവിൽ നിന്ന് വിപരീതമായി അമ്മ അത്രയും സമയമായിട്ടും എഴുന്നേൽക്കാതിരുന്നപ്പോൾ മക്കൾ അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അമ്മ വരാത്തത്, അമ്മ എന്താണ് എണീക്കാത്തത് എന്ന്. അമ്മ എഴുന്നേൽക്കാത്തത് അമ്മയ്ക്ക് അസുഖമായത് കൊണ്ടാണ്, നിങ്ങളെ സ്കൂളിൽ കൊണ്ടുവിട്ടതിനു ശേഷം വേണം എനിക്ക് അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനെന്നുള്ള ന്യായീകരണമായിരുന്നു ആ കൊലയാളി നൽകിയ മറുപടി. അച്ഛൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ രംഗം 2 ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി ഓർത്തെടുക്കുകയാണ്. അമ്മമ്മയോടടക്കം ആ കുഞ്ഞ് പറയുകയാണ്, അമ്മമ്മ അച്ഛൻ അമ്മയെ വെട്ടുന്നത് ഞാൻ ഉറക്കത്തിൽ കണ്ടിരുന്നു എന്ന്. അതായത് ആ കുഞ്ഞിന് പൂർണ്ണമായിട്ടും ആ സംഭവം കണ്ടോ ഇല്ലയോ എന്നത് അറിയില്ല എങ്കിൽ പോലും
ശരിക്കും ആ കുട്ടി പറയുന്നതനുസരിച്ച് ഒരു പാതി ഉറക്കത്തിലായിരുന്നു ആ കുട്ടി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ബിൻസിയെ കഴുത്തിൽ വെട്ടുന്നതും അവിടെ നിന്ന് ഈ ആയുധം തിരികെ വലിക്കുന്നതുമൊക്കെ ഈ കുട്ടി കണ്ടിട്ടുണ്ട്. പിന്നീട് ആ കുട്ടി സ്വാഭാവികമായിട്ടും പാതി ഉറക്കമായതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയതായിരിക്കണം എന്നാണ് കരുതുന്നത്. എന്തായാലും സ്വന്തം അമ്മയെ അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് ആ കുഞ്ഞിന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. അത് എപ്പോഴും ഇനി ഒരു തീരാവേദനയായിട്ട് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയതിനു ശേഷം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അയൽവാസി ആ വീട്ടിലേക്ക് വരുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അങ്ങനെ ആ കുട്ടിക്ക് തോന്നിയ ഒരു സംശയമാണ്. അതായത് എപ്പോഴും മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന ഇയാൾ ആ സ്ത്രീയെ ഉപദ്രവിച്ചോ എന്നുള്ളൊരു സംശയം ആ കുട്ടി മറ്റൊരു വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറയുകയാണ്. അവിടെയുള്ള ഒരു മുതിർന്ന പയ്യനാണ് ഈ വിഷയത്തിൽ അപ്പോൾ തന്നെ ഇടപെടുന്നതും അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് ഓടിയെത്തിയപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നു. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് ബിൻസിയെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. ആ സമയത്തും ഇയാൾ ഇതൊന്നും അറിയാത്ത ഭാവത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ആരുടെയൊക്കെ നിർബന്ധം മാനിച്ചുകൊണ്ട് അയാൾ ബിൻസിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസിൽ കയറുകയാണ്. ആംബുലൻസിൽ കയറി ആശുപത്രിയിൽ എത്തുന്നത് വരെ അയാൾ ഒന്നും അറിയാത്ത ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. കാരണം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ അയാൾ പറയുന്നു ബിൻസിയെ കൊലപ്പെടുത്തിയത് മറ്റാരുമല്ല ഞാൻ തന്നെയാണ് എന്ന്. ബിൻസി അവിടെ മൊബൈൽ ഫോണിൽ, അതായത് ഇയാൾ കയറി ചെല്ലുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നു. അത് മറ്റെന്തോ അവിഹിത കഥകളായിരിക്കാം എന്നുള്ള ധാരണയിലാണ് ഇയാൾ കൊലപ്പെടുത്തിയതെന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട്. ഇന്നിപ്പോൾ ബിൻസിയുടെ മാതാവുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് പ്രകാരം ബിൻസി ഹരിതകർമ്മ സേനയിലെ പ്രവർത്തകയാണ്. അതിന്റെ കണക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി ആരെയോ വിളിച്ച സമയത്താണ് ഇയാൾ കയറി വരുന്നത്. ഇത്തരത്തിൽ പലതവണ ആ വീട്ടിൽ പ്രശ്നമുണ്ടായതിന് ഈ മക്കൾ തന്നെ തെളിവാണ് എന്ന് പറയുന്നു. ഈ രണ്ട് പിള്ളേരെ ഞാൻ എവിടെ കൂലി വേല ചെയ്ത് വേണം ഈ രണ്ട് കൊച്ചു പിള്ളേരെ എനിക്ക് പഠിപ്പിക്കാനും. അവർക്ക് ഓണം വരുമ്പോൾ ഡ്രസ്സ് വേണം, എന്തെല്ലാം വേണം. അതൊക്കെ എൻ്റെ മോളുണ്ടെങ്കിൽ അവിടെ എല്ലാം ചെയ്ത് കൊടുക്കുമായിരുന്നു. മോക്ക് 31 വയസ്സ്. അവള് നല്ല പാട്ടിനും കലാപരിപാടിക്കും എല്ലാം ഓണത്തിനും ഇവിടെ പരിപാടിക്ക് വരായിരുന്നു. പാട്ടിനും മത്സരത്തിനും എല്ലാത്തിനും ഞാൻ മോൻ്റെ ചോദിച്ചു. അപ്പോൾ അവൻ പറയുന്നത് പിന്നെ അമ്മ ഫോണിൽ സംസാരിച്ചത് ശരിയെന്നാ, പക്ഷെ അത് അമ്മ വാർഡ് മെമ്പറുടെ അടുത്ത് ഇങ്ങനെ അമ്മയുടെ കണക്കുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ കയറി വന്നത്. അപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത് നീ ഏത് കാമുകനെ വിളിക്കുന്നെന്ന് പറഞ്ഞാണ് അച്ഛൻ പ്രശ്നം ഉണ്ടാക്കി അമ്മ ഇങ്ങനെ വെട്ടിയെന്നാണ് അവൻ പറയണത്. ഈ ബഹളം വെക്കുമ്പോ കുട്ടികള് പിള്ളേരെ പുറക്കി കിടത്തിട്ട് ഇപ്പൊ അതൊക്കെ കട്ടിലെടുത്ത് കടത്തിയതിന് ശേഷമാണ് ഈ സംഭവം നടന്നത്. ഇപ്പൊ രാവിലെ പിള്ളേര് ചെന്ന് വിളിക്കാതിരുന്നപ്പോ സമ്മതിച്ചില്ല. പറഞ്ഞത് അമ്മ ഉറങ്ങണ്, അമ്മയെ ഞാൻ നിങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് വേണം എനിക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെയാണ് കൊച്ചുങ്ങളടുത്ത് പറഞ്ഞത്. അപ്പൊ ഒരു 9 മണി ഒരു 8 മണിയായിട്ട് അമ്മ ഉറക്കം എണീക്കത്തോട്ട് ഇപ്പം വീണ്ടും ചെന്ന് അമ്മയെ വിളിച്ചപ്പോ സമ്മതിച്ചില്ല. അപ്പൊ മൊബൈൽ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോ മൊബൈലിൽ ബ്ലഡ്. അപ്പൊ അമ്മാമ്മ ഞാൻ വിചാരിച്ച് അത് ക്യൂടെക്സ് എന്ന് പറഞ്ഞ് ഞാൻ അച്ഛന്റെ കയ്യിൽ അതങ്ങ് കൊടുത്തപ്പോ അച്ഛൻ ഒരു തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചിട്ട് ഗ്യാസിന്റെ ഇടയിലോട്ട് കയറ്റി വെച്ചിരുന്നു മൊബൈല്. അപ്പോഴാണ് ഞാൻ രാവിലെ 7:30 മണിക്ക് ഞാൻ വിളിക്കുന്നത് അവിടെ. അത് രാത്രി കൊച്ച് പിന്നീട് പറഞ്ഞ അമ്മാമ്മ ഏത് കോടതി ചോദിച്ചാലും ഞാൻ പറയും ഞാൻ കണ്ടെന്ന് വെച്ചാൽ അച്ഛൻ എന്നെ കട്ടിലിൽ കിടത്തിയപ്പോഴും ഞാൻ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പകുതി കണ്ണു ഞാൻ തുറന്നു കിടക്കുന്നു. അപ്പൊ എന്റെ അച്ഛൻ അമ്മയെ വെട്ടിയതുകൊണ്ട് ഇങ്ങനെ കത്തി ഇങ്ങനെ ആക്കിയിട്ട് വലിച്ചെടുക്കണൊക്കെ അച്ഛന്റെ വിചാരം ഞാൻ ഉറങ്ങിയായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. എന്നിട്ട് ഞാൻ കണ്ണു തുറന്നപ്പോ അച്ഛൻ എന്റെ മുമ്പേ കത്തി കാണിച്ചിട്ട് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് വിളിക്കുക, ആടുത്ത് പറയണെങ്കിലോ ഈ അമ്മയെ പോലെ നിന്നെ ഞാൻ ഇതേപോലെ ചെയ്യുമെന്ന് കൊച്ചുങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് മോനെ. അപ്പൊ ഇളയ മോൻ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ അതാ ഇപ്പോഴൊന്നും ഇതണ്ട ഈ സഹോദരൻ എന്റെ മാമന്റെ മോനാണ്. ഇന്ന് രാവിലെ അവൻ ആ ചേട്ടന്റെ അടുത്ത് പറയാണ് മാമ ഞാൻ കണ്ട് എന്റെ അമ്മയെ വെട്ടണത് കണ്ട്. ഏത് കോടതി എന്നെ കൊണ്ടുപോയാലും ഞാൻ കണ്ട കാര്യം ഞാൻ പറയും. എന്റെ അമ്മയെ വെട്ടി ഞാൻ കണ്ടതല്ല ഞാൻ പറയുമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞു മക്കളെ മെഞ്ഞൊന്ന് പോലീസ് വന്നപ്പോ അത് അമ്മമ്മ എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. അതല്ല എനിക്ക് വയ്യാതെ ഇരുന്നല്ലേ ഞാൻ ഛർദ്ദിച്ച് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. പക്ഷെ ഇനി വന്ന് ചോദിച്ചാ ഞാൻ പറയും ഞാൻ കണ്ടെന്ന് പറയും. പക്ഷെ അവൻ പറഞ്ഞെന്നാണ് അവൻ പറഞ്ഞ പോലീസിനോട് പറഞ്ഞത് എന്റെ മോൻ കണ്ടെന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞത് എന്റെ മോൻ കണ്ടു. അപ്പൊ അവൻ വിചാരിച്ച് ഈ കൊച്ചുങ്ങൾ പോലീസിന്റെ അടുത്ത് പറഞ്ഞതാണ്, അതുകൊണ്ടായിരിക്കും അവനും പറഞ്ഞത്. അവൻ കണ്ടെന്നാണ്. എന്റെ മോൻ കണ്ടിട്ടുണ്ട്, ഞാൻ വെട്ടുന്നതല്ല എന്റെ മോൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചിനോടൊന്ന് രാവിലെ ഇതേപോലെ നമ്മൾ ആരും ചോദിച്ചില്ല, അവൻ തന്നെ അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് ഈ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു അപ്പാ ഞാൻ കണ്ടു എന്റെ അമ്മയെ വെട്ടുന്നതും
അച്ഛന്റെ വിചാരം ഞാൻ ഉറങ്ങിക്കിടക്കണം എന്നാണ് അച്ഛൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. അച്ഛൻ തറയുന്ന എന്നെ കട്ടിലിൽ കിടത്തുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അവൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഇളവൻ, അവ ഒന്നും അറിഞ്ഞില്ല, അവ നല്ല ഉറക്കമായിരുന്നു. എന്തായാലും ഇത്തരമൊരു കൊലപാതകം നടന്നതിന് ശേഷം നമ്മൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാഹചര്യം എന്ന് വെച്ചാൽ ആ മക്കളുടെ രണ്ട് മക്കളുടെയും അവസ്ഥയാണ്. ഒന്ന് കയറി കിടക്കാൻ പോലും ഇടമില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ആ രണ്ട് കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ബിൻസിയുടെ വീട് പരിസരമൊക്കെ നമ്മൾ കണ്ടതാണ്. കട്ടകൾ കൊണ്ട് കൂട്ടി അടുപ്പിച്ചിട്ടുള്ള ഒരു മുറി വീട്, അതാണ് ബിൻസിയും ഭർത്താവും ആ രണ്ട് മക്കളും ജീവിച്ചിരുന്ന അവരുടെ സ്വർഗം എന്ന് പറയുന്നത്. ആ വീട് ഇപ്പോൾ പോലീസിന്റെ നടപടി പ്രകാരം പൂട്ടിയിട്ടിരിക്കുകയാണ്. അതേസമയത്ത് ബിൻസിയുടെ മൃതദേഹം അവിടെ സംസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരുടെ മൃതദേഹം എവിടെ സംസ്കരിക്കുമെന്നുള്ളൊരു ചോദ്യം വരെ ഉണ്ടായിരുന്നു. പിന്നീട് അവളുടെ അച്ഛന്റെ കുടുംബ കല്ലറയിൽ ആണ് ബിൻസിയുടെ മൃതദേഹം അടക്കിയത്. അങ്ങനെ മൃതദേഹം അടക്കിയതിനു ശേഷം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആ രണ്ട് മക്കളുടെ അവസ്ഥ ഇനി എന്തായിരിക്കും എന്നതാണ്. ഇന്നവരെ അത് അന്വേഷിച്ച് ചെന്നെത്തിയപ്പോൾ കാണാൻ സാധിച്ചത്, അതായത് 4 കാലുകൾ കുത്തിയിട്ട് അതിന് മേലെ ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കുന്ന ചെറിയൊരു കൂടാരം. വീടെന്നോ കുടിലെന്നോ വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്. ആ ഒരു വീട്ടിലാണ് ഇപ്പോൾ ആ രണ്ട് മക്കൾ ജീവിക്കുന്നത്. അമ്മമ്മയുടെ കൂടെയാണ് ആ മക്കൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും വയസ്സായിട്ടുള്ള സ്ത്രീയാണ്. അവരെങ്ങനെയാണ് ഈ രണ്ട് മക്കളെ വളർത്തി വലുതാക്കുക എന്നുള്ളത് അവർക്കൊരു ആശങ്കയുണ്ട്. ആശങ്കയേക്കാൾ ഉപരി സുരക്ഷിതമായിട്ടുള്ള ഒരു വീടല്ല അവർക്കുള്ളത്. അപ്പോൾ ഈ മക്കളെയും കൊണ്ട് ഇനി മുന്നോട്ട് ജീവിക്കുക എന്നത് വലിയൊരു ആശങ്കയാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അമ്മ. എന്തായാലും മദ്യവും മയക്കുമരുന്നും സംശയവും ഒക്കെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും എത്തുമ്പോൾ അവിടെ അതിന്റെയൊക്കെ വേദന അനുഭവിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ചില മനുഷ്യരാണ്, ചില കുട്ടികളാണ്. അവരുടെ ജീവിതകാലം മൊത്തം അവർക്ക് ദുഃഖിക്കാനുള്ള ഒരു വിഷയമാണ് ഇത്തരത്തിൽ ചെറിയൊരു നേരത്തെ ദേഷ്യം കൊണ്ട് ഉണ്ടാകുന്നത്. ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം കൂടെയുണ്ട്. ഈ പറയുന്ന ബിൻസിയുടെയും സുനിൽകുമാറിന്റെയും വീടും അതിന്റെ പ്രദേശവും. ബിൻസിയുടെ വീടിന്റെ സമീപത്തുള്ള ഒരാളാണ് ഇയാൾക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും കഞ്ചാവ് എത്തിക്കുന്നത് എന്ന് നമ്മൾ അന്ന് കൊലപാതകം നടന്ന ദിവസവും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇന്നിപ്പോൾ ബിൻസിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴും അവരും പറയുന്നത് സമാന രീതിയിലുള്ള സാഹചര്യമാണ്. അതായത് ഈ പറയുന്ന സുനിൽകുമാറും അയൽവാസിയായിട്ടുള്ള അയാളും ചേർന്നുകൊണ്ട് സ്ഥിരമായിട്ട് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അത് ലഭ്യമാണ് എന്നാണ് അർത്ഥം. ആ ഒരു പ്രദേശത്തും ഈ പറയുന്ന മദ്യത്തിന്റെയും ലഹരി മരുന്നുകളുടെയും ഒക്കെ കൃത്യമായിട്ടുള്ള ഉപയോഗമുണ്ട് എന്നത് നമുക്ക് വ്യക്തമായതാണ്. കാരണം ബിൻസിയുടെ വീടിന്റെ ചുറ്റുപാടിലും അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ അവശേഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ലഹരി വിമുക്ത കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് പോലീസ് ഇത്തരത്തിൽ നടപടികളടക്കം കൈക്കൊള്ളണം എന്ന് പറഞ്ഞ് പരാതി നൽകിയ ഒരു പ്രദേശത്ത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്, ഇത്തരം ലഹരി വസ്തുക്കൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. എന്തായാലും ഇത് കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണം. കാരണം ഒരു ലഹരിക്ക് മരുന്നിന്റെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കൊലപാതകം മാത്രമായിട്ട് ഈ ഒരു വിഷയത്തെ കാണാൻ പറ്റില്ല. ഒരു സമൂഹത്തെ ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ചില സംഘടന, അതായത് ലഹരി സംഘങ്ങളുടെ വിഹര കേന്ദ്രമായിട്ട് തലസ്ഥാന നഗരി മാറുന്നു എന്നുള്ളത് കൂടെയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്.